എന്നാൽ ഇത് ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇത് ഏതറ്റം വരെ നമുക്ക് ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്നുള്ളത് പലരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല. അതിനെപ്പറ്റി പല ആൾക്കാരും അജ്ഞരാണ് എന്നുള്ളതാണ് സത്യം. ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ ഇലക്ട്രോണിക്സ് മാധ്യമ ആശയവിനിമയ രീതികൾ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പലതരത്തിലുള്ള വിനിമയ രീതികൾ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഷെയർ ചാറ്റ്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം തുടങ്ങിയ ആശയവിനിമയ രീതികൾ സമൂഹത്തിലെ എല്ലാ തുറയിൽപ്പെട്ട ആൾക്കാരും പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ പോലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇത് ഏതറ്റം വരെ നമുക്ക് ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്നുള്ളത് പലരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല. അതിനെപ്പറ്റി പല ആൾക്കാരും അജ്ഞരാണ് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഒരു വിഷയത്തിൽപ്പെട്ട് പോലീസ് അന്വേഷിച്ച് വരുമ്പോഴും പോലീസ് പിടിക്കുമ്പോഴും മാത്രമാണ് താൻ ചെയ്തൊരു കുറ്റകൃത്യമാണെന്ന് ഇതിൽ പലരും അറിയുന്നത്. ഇത്രയും വലിയൊരു വിഷയത്തിലാണ് താൻ ചെന്ന് പെട്ടതെന്ന് പോലീസ് കേസും അതിൻ്റെ പുറകിൽ നടക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കി തുടങ്ങുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ കോട്ടയത്ത് തന്നെ സംഭവിച്ച ഒരു കേസിൽ ഒരു പയ്യൻ തൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു പെൺകുട്ടികളെ വശീകരിച്ച് അവരെ സെക്ഷലി മൊളസ്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 27ഓളം കൊച്ചുകുട്ടികളെ, മിക്കവാറും ആൾക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പരിചയപ്പെടുകയും അവരുടെ ഫോട്ടോ എടുക്കുകയും പിന്നീട് അവരുടെ അടുക്കെ വീഡിയോ ചാറ്റ് നടത്തുകയും സെക്സ് ചാറ്റ് നടത്തുകയും പിന്നെ അവരെ മൊളസ്റ്റ് ചെയ്യുകയും ആ രംഗങ്ങൾ വീഡിയോഗ്രാഫി ചെയ്യുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പം അതുകൂടാതെ മറ്റൊരു കേസിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയുടെ കേസിൽ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ വിവരങ്ങൾ മീഡിയാസിൽ അവർ ഷെയർ ചെയ്യുകയുണ്ടായി. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് തങ്ങൾ ചെയ്തൊരു വലിയ കുറ്റമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത്തരം വാർത്തകൾ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ സംബന്ധിച്ചുള്ളതും പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഷെയർ ചെയ്യുന്ന പോലും കുറ്റകരമാണ്. അത് പോലീസ് കേസായി കഴിയുമ്പോഴാണ് തങ്ങൾ ചെന്നപ്പെട്ട ഒരു ക്രിമിനൽ കേസിലാണെന്ന് അവർ അറിയുന്നത് തന്നെ. വളരെ നാളുകൾക്ക് മുന്നേ കേരളത്തിലെ പ്രശസ്തമായ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് ഒരു കേസെടുക്കുകയുണ്ടായി. അത് കോപ്പിറൈറ്റ് ആക്ട് അനുസരിച്ചാണ് കേസെടുത്തത്. അതിൻ്റെ അന്വേഷണം കഴിഞ്ഞ് എത്തിയപ്പോൾ പോലീസ് എത്തിയത് +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആദ്യമായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തെന്നുള്ള വളരെ അത്ഭുതകരമായൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കുട്ടികൾ പോലും ഈ രംഗത്ത് വളരെ ശുഷ്കാന്തി കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കമ്പ്യൂട്ടറും അതുകൂട്ടുള്ള ഉപകരണങ്ങളും മൊബൈൽ തുടങ്ങിയ ഉപകരണങ്ങളും മനുഷ്യന് വളരെ ഉപയോഗം കിട്ടുന്ന ഉപകരണങ്ങളാണ്. എന്നാൽ അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതുകൂട്ടുള്ള ഉപകരണങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ അതിലുള്ള ഡേറ്റാസ് അവരുടെ അനുവാദമില്ലാതെ മാറ്റം ചെയ്യാൻ ശ്രമിച്ചാലോ അതിൽ അനുവാദമില്ലാതെ കടന്നു കയറാൻ ശ്രമിച്ചാലോ ഹാക്ക് ചെയ്താലോ അതിൽ കൂടെ നിരോധിക്കപ്പെട്ട തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ എല്ലാം കുറ്റകരമായ കാര്യങ്ങളാണ്. അപ്പം നിയമപ്രകാരമല്ലാത്ത ഏത് കാര്യവും ഇതുകൂട്ടുള്ള ഉപകരണത്തിൽ കൂടെ പ്രചരിപ്പിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും കുറ്റകരമാണെന്നുള്ളത് പലർക്കും അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ വളരെ കൂടുതൽ കാണപ്പെടുന്ന ഒരു വാർത്തയുണ്ട്, ഒരു കേസുണ്ട്. ലോട്ടറി അടിച്ചു, വളരെയധികം പ്രൈസുള്ള 28 ലക്ഷം അല്ലെ 28 കോടി അല്ലെ ഇത്ര പൗണ്ട് ലോട്ടറി അടിച്ചു എന്നൊരു വാർത്ത നിങ്ങളുടെ ഫോണുകളിലേക്ക് മെസ്സേജ് വരുന്നു. വളരെ അഭ്യസ്ത വിദ്യരും അതുകൊണ്ട് ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആൾക്കാർ പോലും, ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഈവൻ ഇൻകം ടാക്സ് കമ്മീഷണർമാരും വരെ ഇതിൽ ചതിയിൽപ്പെട്ടതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വളരെ വലിയൊരു സമ്മാനം കിട്ടിയെന്നറിയുമ്പോൾ അവർ അറിയാതെ തന്നെ തങ്ങളുടെ ATM കാർഡിൻ്റെ, ഡെബിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറുകളും പാസ്വേഡും ഇനി അതിലേക്ക് മെസ്സേജ് വരുന്ന OTP നമ്പർ പോലും പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ചതിയിൽപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവസാനം തങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ള മെസ്സേജ് വരുമ്പോഴാണ് തങ്ങൾ ചെന്നുപെട്ടത് ഒരു ചതിക്കുഴിയിലാണെന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കാണുന്ന ഒരു പ്രത്യേകത, വളരെ ശക്തമായ നിയമം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ തന്നെ മിക്കവാറും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഗ്യാങ്ങിൻ്റെ പിറകിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് 2ഉം 3ഉം കൈമറിഞ്ഞാണ് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്താൻ കഴിയൂ. ആദ്യത്തെ കുറ്റവാളികളെ പിടിക്കുമ്പോൾ തന്നെ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടാൻ ഇടയാകുന്നുണ്ട്. അടുത്തതായിട്ട് ഇത്തരം കുറ്റവാളികൾ മിക്കവാറും വിദേശ കെനിയ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ രാജ്യത്തേക്ക് ഇവർ കടന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഈ IT ആക്ട് ബാധകമല്ലാത്തതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. ഇപ്പോഴും വളരെയധികം അഭ്യസ്തവിദ്യർ ഈ ചതിക്കുഴിയിൽ ചെന്നുപെടുന്നുണ്ട്.
ഈ ബാങ്കിൻ്റെ ആയിട്ട് തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ധാരാളം മെസ്സേജിൽ വരാറുണ്ട്. നിങ്ങളുടെ ഇത്തരമുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ പങ്കുവെക്കരുത്, OTP നമ്പർ വന്നാൽ കൊടുക്കരുത്, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കരുത്. എന്നാൽ തന്നെയും ഇതെല്ലാം നിരന്തരമായിട്ട് മാധ്യമങ്ങളിലും ബാങ്കിൻ്റെ ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ടെങ്കിൽ തന്നെയും ധാരാളം ആൾക്കാർ ഇത്തരം അപകടങ്ങളിൽ ചെന്നപ്പെടുന്നുണ്ട്. അതിനിയും ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് അവയർനെസ് നൽകേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരുടെ ഫേസ്ബുക്ക് തുടങ്ങിയുള്ള അക്കൗണ്ടുകളിൽ കടന്നു കയറുന്നതാണ്. അവരുടെ അക്കൗണ്ടിൽ കടന്നു കയറി അതിനകത്ത് അവരുടെ അനുവാദമില്ലാതെ കടന്നു കയറുക, അവരുടെ അനുവാദമില്ലാതെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുക, വ്യാജ അക്കൗണ്ട് വെച്ച് വ്യാജ ഫോൺ നമ്പറുകളും മറ്റ് വെർച്വൽ അക്കൗണ്ടുകളും വെച്ച് പുതിയ ഫേസ്ബുക്ക് ഉണ്ടാക്കുക, മറ്റൊരാളുടെ ആയിട്ടുള്ള കള്ള അക്കൗണ്ട് ഉണ്ടാക്കുക. ഇങ്ങനെ ധാരാളം പ്രവർത്തികൾ ചെയ്തിട്ട് പല ക്രിമിനൽ പ്രവർത്തികളും ഫോട്ടോ അയച്ചു കൊടുക്കുക, അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുക്കുക, അവരുടെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് അവരുടെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് ഞങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അങ്ങനെ അവരെ വശംവദരാക്കുന്ന ധാരാളം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ആ വാക്ക് തന്നെ ഫ്രണ്ട് എന്നാണ്. നിങ്ങളുടെ ഫ്രണ്ട് അല്ലാത്ത ആരെയും നിങ്ങൾ റിക്വസ്റ്റ് അയക്കാനും സ്വീകരിക്കാനും ഇടയാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. ഫ്രണ്ടായിട്ടുള്ള ആൾക്കാരുടെ അടുക്ക മാത്രം സഹകരിക്കുക, അല്ലാതെ അതിനകത്ത് വരുന്ന എല്ലാ ആൾക്കാരും നമ്മൾ ഫ്രണ്ട് ആക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളെല്ലാം ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളാണ്. അതിലേക്ക് കടന്ന് സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ്, ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. ഈ ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അവരെ പരിചയപ്പെട്ടിട്ട് പിന്നെ അവരോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കുക. ആദ്യമൊക്കെ ഒരു സെൽഫിയാണ് എടുക്കുന്നത്. സെൽഫി എടുത്തിട്ട് പിന്നെ അടുത്ത പറയുന്നത് സെൽഫി അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുമായിട്ട് നിരന്തരമായി സംഭാഷണം നടത്തുക. തുടർന്നത് സെക്സ് ചാറ്റിലേക്ക് മാറുക. പിന്നെ വീഡിയോ ചാറ്റിൽ വന്നിട്ട് ന്യൂഡ് ഫോട്ടോസ് ആവശ്യപ്പെടുക, ന്യൂഡ് വീഡിയോസ് ആവശ്യപ്പെടുക. ഇതെല്ലാം തീർന്നു കഴിയുമ്പം കുട്ടികൾക്ക് മറ്റ് ഒരു അവസ്ഥയില്ലാതായി തീരുകയും മാനസിക വിഭ്രാന്തിയിലെത്തുകയും ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്ന ധാരാളം സംഭവങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും നല്ലതായ മാർഗം പരിചയമില്ലാത്ത ആളിൽ നിന്ന് വരുന്ന ഏതൊരു റിക്വസ്റ്റും ഏതൊരു അപേക്ഷയും നോ എന്ന് പറഞ്ഞ് തിരസ്കരിക്കാനുള്ള ധൈര്യം കുട്ടികൾ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പുതിയ യുഗത്തിൽ കുട്ടികൾക്കെല്ലാം സെൽഫി യുഗമാണ്. എല്ലാവർക്കും ഫോട്ടോ എടുക്കുക, അതുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. പല ആൾക്കാരുടെയും മൊബൈലിൽ ധാരാളം ഫോട്ടോസ് ശേഖരിച്ച് വെക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചില ആൾക്കാരുടെ കയ്യിൽ ന്യൂഡ് ഫോട്ടോസ് വരെ ഉണ്ട്. ഇത്തരം സാധനങ്ങൾ ഇവനൊരു മൊബൈൽ കടയിൽ പോലും മൊബൈൽ റിപ്പയറിംഗ് ചെയ്താൽ പോലും അവർക്ക് ഡിലീറ്റ് ചെയ്താൽ തന്നെയും റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കഴിവതും ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ, ഫോട്ടോസ്, അത് ഇവൻ ചില ആൾക്കാരുടെ കാര്യത്തിൽ ദമ്പതികൾ തന്നെ ഭാര്യമായിട്ടുള്ള കിടപ്പറരംഗങ്ങൾ വരെ വെറുതെ ഒരു രസത്തിന് കോപ്പി ചെയ്ത് വെച്ചിട്ട് ഈ ഫോൺ ശരിയാക്കാൻ കൊടുക്കുമ്പോൾ അവിടുന്ന് റിട്രീവ് ചെയ്തെടുത്തിട്ട് പലയിടത്തും പ്രചരിച്ച സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലോ മറ്റു കമ്പ്യൂട്ടറിലോ ശേഖരിച്ച് വെക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പറഞ്ഞു. ഒരാളുടെ ഫേസ്ബുക്കിൽ അയാളുടെ അനുവാദമില്ലാതെ കടക്കുക, പാസ്വേഡ് ചേഞ്ച് ചെയ്യുക, നുഴഞ്ഞു കയറുക, അല്ലെങ്കിൽ ചിത്രം മോർഫ് ചെയ്തിടുക, അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ നേരത്തെ ഓൺലൈൻ തട്ടിപ്പ് ഉള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഇന്ത്യയിലെ ശക്തമായൊരു നിയമം ഇപ്പോൾ ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറഞ്ഞാൽ ഐ.ടി. ആക്ട് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായൊരു നിയമമുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്താൽ വളരെ ശക്തമായിട്ടുള്ള 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന രീതിയിൽ നിയമനിർമ്മാണമുണ്ട്. 1 ലക്ഷം രൂപ വരെ ഫൈൻ അതിനകത്ത് ചെയ്യാനുള്ള നിയമനിർമ്മാണമുണ്ട്. കൂടാതെ അതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ മോഡേൺ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിലെല്ലാം എത്ര ശ്രമിച്ചാൽ തന്നെയും തെളിവുകൾ നമുക്ക് ശേഖരിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. ഡിലീറ്റ് ചെയ്താൽ തന്നെയും തെളിവുകൾ നമുക്ക് ശേഖരിക്കാനും കോടതിയിൽ ഹാജരാക്കാനും കഴിയും. ഇപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചിത്രം അപ്ലോഡ് ചെയ്താൽ എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്താൽ തന്നെയും നമുക്കത് തെളിവുകൾ ശേഖരിക്കാൻ പറ്റും. അങ്ങനെ ശക്തമായ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും ശിക്ഷ ലഭിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. ചെറിയ കുഴപ്പങ്ങളായിട്ടാണ് അതവർ കണക്കാക്കുന്നത്. ഈവൻ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച വിവരങ്ങളാണെങ്കിൽ, അത് പ്രത്യേകിച്ച് മൈനറാണെങ്കിൽ, ഒരു വിക്ടിമായ ഒരു പെൺകുട്ടിയുടെ വിവരങ്ങൾ പത്രത്തിൽ വരുന്ന വാർത്ത പോലും എടുത്തിട്ട് ഷെയർ ചെയ്യുന്നത് കുറ്റകരമാണ്. ആ പെൺകുട്ടിയുടെ പേരും കൂടെ ചേർത്തിട്ട് ഷെയർ ചെയ്യുന്നത് കുറ്റകരമാണ്. ഇപ്പോഴും അവർക്ക് പലർക്കും അറിയാൻ വയ്യാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ധാരാളം ആൾക്കാർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പെടുന്നു. നിയമത്തിൽ തന്നെ പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ്. ഞങ്ങൾക്കിത് അറിയില്ല എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുന്നിൽ യാതൊരു പഴുതും നൽകുന്നതല്ല. അതുകൊണ്ട് അത്തരം കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും.
അതുകൊണ്ട് ഇത്തരം പ്രവർത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അതുകൊണ്ട് സോഷ്യൽ നെറ്റ്വർക്കുകളിലൊക്കെ അഡ്മിന്മാരുണ്ട്. അഡ്മിന്മാർക്ക് വളരെ വലിയൊരു റോളുണ്ട്. തങ്ങൾ അഡ്മിന്മാരായിരിക്കുന്ന ഗ്രൂപ്പിൽ ഇത്തരം മോശപ്പെട്ട കണ്ടൻറ്റുകളോ മോശപ്പെട്ട കാര്യങ്ങളോ ആരും പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അഡ്മിന്മാർ ബാധ്യസ്ഥരാണ്. അഥവാ ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ അത് കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ അത്തരം സംഭവങ്ങൾ വന്നാൽ അത് നിരുത്സാഹപ്പെടുത്താനും തീരെ മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലീസിൽ അറിയിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാനും അഡ്മിന്മാർ തന്നെ തയ്യാറാകേണ്ടതാണ്. കമ്പ്യൂട്ടറുകൾ, മൊബൈൽസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗം, ഇൻ്റർനെറ്റിൻ്റെ യുഗം, ഇതൊക്കെ എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. ഇത് വളരെയധികം ഗുണങ്ങൾ മനുഷ്യന് നൽകുന്നുണ്ട്. വളരെയധികം കാര്യങ്ങൾ പോലീസിൻ്റെ കാര്യത്തിൽ തന്നെ വളരെയധികം കേസിൻ്റെ അന്വേഷണത്തിന് ധാരാളമായ തുമ്പുകൾ നൽകാൻ വേണ്ടി മൊബൈൽ ഫോണും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ടവർ ലൊക്കേഷനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൂട്ട് തന്നെ കുട്ടികളെ പഠനത്തിൽ വളരെയധികം സഹായിക്കാൻ, അവർക്ക് ഒരു വിരൽ തുമ്പിൽ ലോകത്തിലുള്ള ഏത് പൂർവ്വം ലഭിക്കുന്ന തരത്തിൽ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും അവസാനം കണ്ട പ്രളയത്തിൽ പോലും ധാരാളം ആൾക്കാർക്ക് മൊബൈലിൻ്റെ ഉപയോഗത്തിൽ മൊബൈലിൽ കൂടെയുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ ആൾക്കാരെ ഒരു ടീമായിട്ട് നിലനിർത്താൻ വേണ്ടി വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ അനന്ത സാധ്യതയുള്ള ഒരു മേഖലയാണിതെന്ന് പറയുന്നത്. അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കുട്ടികളെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കുക. കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിലിരുന്നാണ് ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്തുക. അവർ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുക. ഓപ്പണായിട്ടുള്ളൊരു മുറിയിൽ വെച്ച് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. നല്ല വശങ്ങൾ മാത്രം ഇതിൻ്റെ എടുത്ത് ഉപയോഗിക്കാൻ അവർക്കൊരു ട്രെയിനിങ് നൽകുക. അവരെ കൂടുതൽ സമയത്ത് ഉപയോഗിച്ച് അവരലസരും മടിയന്മാരുമായി മാറുന്ന ഒഴിവാക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ വളരെ നല്ല ഗുണം ഉള്ള ഒരു മേഖലയാണിത്. അത്തരത്തിലേക്ക് മാത്രം നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് നമുക്കിതിനകത്ത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഘടകങ്ങളാണ്. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണിത്. അതോടൊപ്പം തന്നെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കൊണ്ടാകുന്ന ദോഷങ്ങളാണ് ഞാൻ മുമ്പേ വിശദമാക്കിയത്. ഇത് സമൂഹത്തെ കാർന്നു നിന്ന ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു അവയർനെസ് സംഘടിപ്പിക്കാൻ വേണ്ടി ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പ് നടത്തിയ ഒരു ഇനിഷ്യേറ്റീവ് വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. അത് ആൾക്കാർക്ക് ഇത് മനസ്സിലാകാനും അവരുടെ ജീവിതശൈലി മാറ്റാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.